+2 കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ബയോ സയൻസ് എടുത്തിട്ട് അതിന് പുറകെ നഴ്സിംഗ് ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബയോ സയൻസ് എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ബയോ സയൻസ് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ കുറേ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല ഞാനിതിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് കുറേ പേര് വന്നിട്ട് പറഞ്ഞു നീ നഴ്സിങ്ങിന് പോകും, നീ അതിന് പോയി ഇതിന് പോകും, മീൻസ് മെഡിക്കൽ ഫീൽഡിൽ മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതിൽ വാപ്പാൻ്റെ ഫ്രണ്ട് ഒരു ആളുണ്ട്, ആൾ പൊളിറ്റിക്കലി ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾ വന്നിട്ടാണ് പറഞ്ഞത് ഓളൊരു കാര്യം ചെയ്യും, സിവിൽ സർവീസ് നോക്കും, അത് നോക്കി ഇത്ര എത്താൻ പറ്റുമെങ്കിൽ നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് അതിലും പറ്റുമെന്ന് പറഞ്ഞു. സോ ഞാൻ ആ ഒരു വ്യക്തിയുടെ ഒരു ഒപ്പീനിയൻ കേട്ടിട്ടാണ് ഞാനൊരു ഡിഗ്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞത് ഡിഗ്രിയൊക്കെ വെറുതെ വേസ്റ്റാണ്, 3 വർഷം വെറുതെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡിഗ്രി പോയി. ഡിഗ്രിക്ക് ശേഷം അപ്പോൾ എനിക്കൊരു ഇത് വന്നു, മീൻസ് ഒരു എൻലൈറ്റ്മെൻ്റ് ഒക്കെ പോലെ തന്നെ എനിക്ക് വന്നു. ഞാൻ ഡിഗ്രി പെർസ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഫർദറായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറച്ച് കൂടുതൽ എനിക്ക് അപ്രോച്ച് വേണം എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെയും പൊളിറ്റിക്കൽ സയൻസിൽ ഞാൻ PGക്ക് ഞാൻ ചേർന്നത്. അപ്പോൾ ഇത്രയൊക്കെ എത്തിപ്പെട്ട് നിൽക്കുന്ന ടൈമിൽ ഈ ഒരു സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ എന്നല്ല, എനിക്കതൊരു സ്പാർക്ക് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പോയ